കൊല്ലം കരുനാഗപ്പള്ളിയിൽ കേബിൾ കുരുങ്ങി വീട്ടമ്മയ്ക്ക് ഗുരുതര പരുക്ക്. തടിയുമായി എത്തിയ ലോറിയിൽ കുരുങ്ങി കേബിൾ പൊട്ടിയതാണ് അപകടമുണ്ടാക്കിയത്. ലോറിയിൽ അമിത ലോഡ് കയറ്റിയതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് ലോറി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം. കരുനാഗപ്പള്ളി തഴവ റോഡിലൂടെ പോയ തടിലോറി തട്ടി കേബിൾ പൊട്ടി. ഭർത്താവിന്റെ വർക്ക്ഷോപ്പിന് മുന്നിൽ സ്കൂട്ടറിലിരുന്ന സന്ധ്യയുടെ മേൽ ഈ കേബിൾ കുരുങ്ങി. തുടർന്ന് സന്ധ്യയെ വലിച്ചുകൊണ്ട് 20 മീറ്റർ ദൂരത്തേക്ക് വാഹനം നീങ്ങി. ദൂരത്തേക്ക് തെറിച്ചു വീണ സന്ധ്യയുടെ മുകളിലേക്ക് സ്കൂട്ടറും ഉയർന്നു പൊങ്ങി വീണു. നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അപകടമുണ്ടാക്കിയ ലോറി നിർത്തിയില്ലെന്ന് ദൃക്സാക്ഷി 24-നോട് പറഞ്ഞു. ഇടത്തെ സൈഡിലാണ് ആ ലൈൻ കമ്പി കയറി കുരുങ്ങുന്നത്. എന്നിട്ടും അവൻ കണ്ടില്ലെന്ന് അത്രയ്ക്ക് ഓവർലോഡ് കയറ്റിയിട്ടാണ് ആ വണ്ടി വന്നത്. അതിനകത്ത് തടിയും കൊണ്ട് വന്ന ലോറി, അതിനകത്ത് പ്രോപ്പറായിട്ടല്ലായിരുന്നു തടി പോലും കിട്ടിയത്. ആ CCTV ക്യാമറയ്ക്കകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഓണറും പുറയിലുണ്ടായിരുന്നു. ഓണർ പോലും വണ്ടിയുടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി നിർത്താതെ അവിടെ മാറി ആ ലോറി പിടിച്ചെടുത്താണ് ആ ഓണറും പോയി നിന്നത്. ഓണർ പോയി നിന്നിട്ട് ഓണർ ഭീഷണിപ്പെടുത്തുമായിരുന്നു ഇവിടുത്തെ നാട്ടുകാരെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോന്ന് വെച്ചാൽ ചെയ്തോളാം, എനിക്കറിയാം, ഞാൻ DYSP വിളിച്ചിട്ടുണ്ട്, ഞാൻ ഓൾ കേരള ലോറിയുടെ പ്രസിഡന്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നടന്നത്. സംഭവത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരുനാഗപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തോളലിന് പൊട്ടലേറ്റ സന്ധ്യ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപകടത്തിൽ നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 24 കൊല്ലം.